നമസ്കാരം. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് നേരെ 61കാരൻ വെടിയുതിർത്തു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് വെടിയേറ്റത്. അതേസമയം മറ്റൊരു വിവാഹ ചടങ്ങിലും ഇതുപോലെ അജ്ഞാതർ വെടിയുതിർത്തു എന്നുള്ള വാർത്തകളും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. രവീന്ദർ റൈന എന്ന BJP-യുടെ നേതാവാണ് ഇത്തരത്തിൽ മറ്റൊരു വിവാഹ ചടങ്ങിലും വെടിയുതിർത്തു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്ത് പങ്കുവച്ചത്. എന്തായാലും ജമ്മു കാശ്മീരിൻ്റെ സ്ഥിതി വീണ്ടും മാറുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. അതായത് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പാകിസ്ഥാൻ കൈകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നുണ്ട്. അതായത് പഹൽഗാം ഭീകരാക്രമണം എന്നാൽ കേവലം ഒരു ഭീകരാക്രമണമല്ല, രാജ്യത്തൊരു വർഗീയ സംഘർഷം ഉണ്ടാക്കണം എന്നതിൻ്റെയൊക്കെ ഗൂഢാലോചനയോടുകൂടി നടത്തിയ വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു അറ്റാക്ക് തന്നെയായിരുന്നു കലീമ ചൊല്ലുക എന്നത്. കലീമ ചൊല്ലാൻ വേണ്ടിയിട്ട് അറിയാവുന്ന ആൾക്കാരെ മാത്രം വെറുതെ വിടുകയും അത് ചൊല്ലാത്ത അന്യമതസ്ഥരായ ആൾക്കാരെ കൊന്നു തള്ളുകയും ചെയ്യുന്ന ഒരു സമീപനമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നത്. അതായത് ഇത്തരത്തിലൊരു രീതിയിലൊരു ആക്രമണം ഉണ്ടായാൽ അത് രാജ്യത്തിനകത്ത് ഒരു വർഗീയ സംഘർഷം ഉടലെടുക്കുവാൻ കാരണമാകുകയും രാജ്യം ഛിന്ന ഭിന്നമാകുന്നതിന് കാരണം ആകുന്ന തരത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരുവാനും കഴിയുമെന്ന് ഭീകരവാദികൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് ആ പഹൽഗാം ഭീകരാക്രമണത്തെ നേരിടുകയും അതിനുശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയും പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ പോലും ആക്രമണം നടത്തുകയും പാകിസ്ഥാനെ അടിമുടി തകർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ കാര്യത്തിൽ നിന്നാണ്, അത്തരമൊരു ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ രീതിയിൽ ദുരന്തകരമായൊരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറുന്നത്. അതായത് പാകിസ്ഥാൻ്റെ സാമ്പത്തിക രംഗം അപ്പാടെ തകർന്നു കഴിഞ്ഞു. പാകിസ്ഥാൻ ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. അത്രമേൽ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പമൊക്കെ പാകിസ്ഥാനിൽ വർദ്ധിച്ചു കഴിഞ്ഞു. ഇനി ഒരു പൈസ പോലും IMF-ൽ നിന്ന് ലോൺ കിട്ടാത്തൊരു അവസ്ഥയാണ്. ഇനി സൗദി അറേബ്യയ്ക്ക് ആയിക്കോട്ടെ അതായത് വാങ്ങിയ കാശിന് സ്വന്തം വിമാനങ്ങൾ വിറ്റുകൊണ്ട് കടം തീർക്കുവാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ. അതോടൊപ്പം രാജ്യം അതീവ ഗുരുതരമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കാണ് നീങ്ങുന്നത്. രാജ്യത്തിൻ്റെ പൗരന്മാർ തന്നെ ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നടത്തുന്നു. ഭീകരവാദത്തിൻ്റെ സംഖ്യ ഭീകരവാദത്തിൻ്റെ പെർസെൻറ്റേജ് ഏകദേശം 42% അധികമാകുന്നു. അങ്ങനെ പാകിസ്ഥാൻ അതീവ ദുരിതകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നീങ്ങുന്നത്. രാജ്യത്താകെ കൂടിയുള്ള വരുമാനം ലഭിക്കുന്നത് ഈ മയക്കുമരുന്ന് വ്യാപാരത്തിൽ കൂടിയാണ്. അതും ഭീകരവാദികൾക്ക് മാത്രമേ അതുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നുള്ളൂ. പിന്നെ കുറച്ച് പട്ടാളത്തിനും ഇതിൻ വഴിയുള്ള ലാഭം കിട്ടും. പാകിസ്ഥാനി പട്ടാളത്തിനും ഇത്തരത്തിലുള്ളൊരു ലാഭം കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. പാകിസ്ഥാൻ പട്ടാളവും ഭീകരവാദികളും മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സുഭിക്ഷമായി ജീവിക്കുന്നത്. എന്നാൽ ജനങ്ങളാകെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും മുങ്ങിക്കഴിയുമെന്നാണ്. അങ്ങനെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും മുങ്ങിക്കഴിയവേ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം സൃഷ്ടിച്ചെടുക്കുവാനാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സകല ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ തന്നെ ഇനി മുന്നോട്ട് പോകുമോ ഇല്ലയോ, പാകിസ്ഥാൻ ഉടൻ തന്നെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുമോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. അതായത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് ഭീഷണിയുണ്ട്. അതായത് അമേരിക്കൻ ചേരിയിൽ പാകിസ്ഥാൻ പോയി കഴിഞ്ഞാൽ ഇറാൻ ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇറാൻ്റെ ചേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് സഹായം പാകിസ്ഥാന് ലഭിക്കുന്നില്ല, ചൈനയിൽ നിന്ന് സഹായം പാകിസ്ഥാന് ലഭിക്കുന്നില്ല. പാകിസ്ഥാൻ ആകെ അടിമുടി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ഗൂഢാലോചനയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അന്വേഷണ വിധേയമാക്കപ്പെടേണ്ടതെന്ന് അന്വേഷണം നടക്കുന്നുമുണ്ട്. ഇതിൻ്റെ പൂർണ്ണമായ തെളിവുകൾ ഉടൻ തന്നെ ലഭ്യമാകുന്നതുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.